ഇടിയൻ ചന്തു. കുഴപ്പമില്ല, കണ്ടിരിക്കാം. എന്നാലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നാനിന്റെ ശരിപ്പോത്ത ശനിവാരം കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ. നായകന് ദേഷ്യം വന്നു കഴിഞ്ഞാല് ആരെ വേണമെങ്കിലും എടുത്തു തല്ലെന്നാണ് നമ്മൾ വിചാരിക്കല്. പക്ഷെ അതൊന്നുമല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇതിലെ ചന്തു ആണെങ്കിൽ വില്ലന്മാരുടെ അടുത്തുനിന്നും നായകന്റെ അടുത്തുനിന്നൊക്കെ തല്ലുകൊള്ളുന്ന പരിപാടി. ഇടിയൻ ചന്തു എന്ന് പേരിട്ടിട്ടേ തല്ല് കൊള്ളണ ചന്തുവിനെയാണ് ഫുള്ള് പടത്തിൽ ഡയറക്ടർ കാണിച്ചു തരണേ. നായകന്റെ അച്ഛന് പോലീസായിരുന്നു. കയ്യിലിപ്പ് കാരണം ആരൊക്കെ കുത്തി കൊന്ന ആളെ. അച്ഛന് സർവീസിലിരുന്ന് മരിച്ചുകൊണ്ട് നായകന് അതിന്റെ അവസരം കിട്ടുകയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ചന്തുവിന്റെ തല്ല് കൊള്ളണ സ്വഭാവം കാരണം അവനെല്ലാ കോളേജിൽ പുറത്താക്കണം. അതിനുശേഷം പുതിയൊരു കോളേജ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് ആൾക്ക്. കുമ്പളങ്ങിലെ ബാലുചേട്ടന്റെ വീടിനടുത്താണ് ആ കോളേജ് വരുന്നത്. പിന്നെ കോളേജിന്റെ പ്രിൻസിപ്പൽ അച്ഛനെ കാണാൻ വേണ്ടി ചന്തു പോവാണ്. പ്രിൻസിപ്പൽ അച്ഛൻ ആരാ? നമ്മുടെ പാണ്ടിക്കരിമ്പാറ പോലെയാണ്. ചന്തു ഒറ്റയ്ക്കിരിക്കണത് കണ്ടപ്പോ കോളേജിൽ ഒരു ടീച്ചർ വന്നു. ടീച്ചർക്ക് ചന്തുവിനെ കണ്ടപ്പോ തന്നെ കഞ്ചാവടിക്കാരനാണെന്ന് തോന്നി. അപ്പൊ ടീച്ചർ പോക്കറ്റ് തുറക്കടാ, അതേപോലെ സോക്സ് വിരടാന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം IM വിജയന്റെ ഒരു വരവുണ്ട്. ആള് വന്ന് ടീച്ചറെ നന്നായിട്ട് ഊക്കുണ്ട്. നല്ലതാ. സ്വർണം കടത്തണ മാതിരിയാണ് പല ദ്വാരങ്ങളും ഒരു സാധനം വെക്കണത്. ടീച്ചർ എല്ലാ ദ്വാരം പരിശോധിച്ചിട്ട് വിട്ടാൽ മതി. എന്തായാലും അത് നല്ലൊരു ബെസ്റ്റ് ഊക്കൽ തന്നെയാണ്. അല്ല, ഈ ടീച്ചറെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. അല്ല, ഇത് നമ്മളെ പരസ്പരത്തെ ദീപ്തി IPS അല്ലേ? അന്ന് ബോംബ് പൊട്ടിട്ട് മുങ്ങിയതാണ് ആള്. പിന്നെ എപ്പോഴാ പൊന്തണത്? അങ്ങനെ നായകന്റെ അടുത്തുനിന്നും ചന്തുവിന് തല്ല് കിട്ടും. പിന്നെ IM വിജയന്റെ അടുത്തുനിന്ന് ഊക്ക് കിട്ടിയ ടീച്ചറെ കുറച്ച് ഗുണ്ടാള് തല്ലു. അങ്ങനെ ഈ രംഗം ചന്തു കാണുകയാണ്. ചന്തുവിനാണെങ്കിലോ ദേഷ്യം വന്നിട്ട് ചന്തുവിന്റെ അമ്മേനൊക്കെ ഓർമ്മ വരും ഈ അടിക്കണത് ഇങ്ങനെ കാണുമ്പോ. അപ്പൊ നമ്മളെന്താ വിചാരിക്കുക, ഇവിടെ കിട്ടില്ല തല്ല് നടക്കുന്നതാണ്. സംഭവിക്കണാണെങ്കിലോ ഒരു മാറ്റവും ഇല്ലല്ലോ. ഇതങ്ങനാണെങ്കിലോ ഒരു തല്ല് കൊള്ളാനായിട്ടുള്ള ഒരു ജന്മവും. പിന്നെ അറിഞ്ചം പുറഞ്ഞ ചന്തുവിനിട്ട് ഫുള്ള് കിട്ടലായി. പിന്നെ ചന്തുവിന്റെ ഒരു ബെസ്റ്റ് ഉണ്ട്, ദുർഗ എന്നാണ് ആളെ പേര്. ഈ സെയിം ഗുണ്ടകള് ചന്തുവിന്റെ ബെസ്റ്റിനെ കൈത്തറുത്ത് കൊല്ലുന്നുണ്ട്. പിന്നെ ദുർഗ മരിച്ചതിന് ശേഷം ചന്തുവിന്റെ അമ്മന്റെ കുറച്ച് ബിൽഡപ്പ് ഉണ്ട്. അമ്മോ, അത് സഹിക്കാൻ പറ്റൂല. കുട്ടിക്കാലം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തല്ലുകൊണ്ടവൻ കുറേ പ്രശ്നം ഉണ്ടാക്കി. അതിനൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ട്. പക്ഷെ ദുർഗയുടെ മരണത്തിന് അവൻ പകരം ചോദിക്കാൻ ഇറങ്ങി തിരിച്ചാൽ ഞാൻ അവനെ തടയില്ല. ഇവനെ പറ്റുന്നല്ലേ നിങ്ങൾ പറയണത്? അങ്ങനെ മാസ് കാണിക്കാൻ പോയ ചന്തുവിന് ക്ലൈമാക്സിൽ എന്ത് കിട്ടും? ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? ചന്തുവിന്റെ വരവേണ്ട വിചാരിക്കും, വെപ്പ പൊട്ടിക്കും വിചാരിക്കും. ഇവനിട്ടാണ് എല്ലാം കിട്ടുന്നത്. പിന്നെ ചന്തുവിനെ കൊണ്ടൊന്നും നടക്കൂലെന്ന് പള്ളിയിലച്ഛന് മനസ്സിലായി. കോളേജിലെ പിള്ളേരങ്ങ് ഇറക്കി വിടും. മുട്ടയിലെഴഞ്ഞല്ലാതെ ഒരുത്തനും ഇവിടുന്ന് പോകത്തില്ല. പിന്നെ ആ കോളേജ് ക്യാമ്പസിൽ നടക്കുന്നത് മഹാഭാരതം, ബാഹുബലി, അവഞ്ചേഴ്സ് എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഭീകര യുദ്ധമാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഒരു മെഷീനിൽ മെറ്റൽ പെരുകി അടിക്കും. അങ്ങനെ എന്തൊക്കെയാ നടക്കണ്ട അവിടെ. പിന്നെ ഫൈറ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് പേര് ഫ്ലാഷ് മോബ് ചെയ്യും. അങ്ങനെ ഇടിയൻ ചന്തു ചാപ്റ്റർ 1 ഇവിടെ അവസാനിക്കുന്നു. ചാപ്റ്റർ 2 അടി തുടരുമെന്നാണ് പറയുന്നത്. മിക്കവാറും അത് ചന്തുവിനിട്ടെന്നായിരിക്കും കിട്ടല്.